ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള പറമ്പിലാണ് കേട്ടോ ഒരു പാമ്പിനെ കാണുന്നത്. ആദ്യം നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ വാൽഭാഗം മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് പുറത്തേക്ക് അതിൻ്റെ തല കാണുമ്പോൾ അതൊരു മഞ്ഞച്ചേരയായിരുന്നു. പക്ഷേ ഭയങ്കര വലുപ്പമുണ്ട് കേട്ടോ. അപ്പം നമുക്ക് നല്ല പേടിയുണ്ടായിരുന്നു. കാരണം കുട്ടികളൊക്കെ ഇങ്ങനെ പുറത്ത് നടന്ന് കളിക്കുന്നതാണല്ലോ. അപ്പോൾ ഇത് ഈ തവളയുടെ കരച്ചിൽ കേൾക്കുന്നുണ്ട്. അപ്പോൾ തവളയെ കണ്ടിട്ട് അത് പിടിക്കാനായിട്ട് വന്നാന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അത് അതിൻ്റെ ഉള്ളിലേക്ക് പോയി. അതുപോലെ തന്നെ പിറ്റേ ദിവസവും രാവിലെ തന്നെ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് വെള്ളം ഇങ്ങനെ മണ്ണ് കുഴിഞ്ഞ് കിടക്കണതുകൊണ്ട് അവിടെ കുറച്ച് വെള്ളം കെട്ടിക്കിടക്കും. അപ്പം നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് വീണ്ടും അതേ പാമ്പ് തന്നെ വന്നിട്ട് മഞ്ഞച്ചേരയാണ് വന്നിട്ട് ഇങ്ങനെ അപ്പോൾ ഈ വെള്ളത്തിൽ തവളയുണ്ടായി, ചെറിയ തവള. അതിനെ പിടിച്ചത് തിന്നു. അതുകൊണ്ട് പിന്നെ ഇങ്ങനെ പരതുവാണ് ഇനി എന്തെങ്കിലും ഉണ്ടോയെന്ന്. കുറേ സമയം ഇത് രാവിലെയാണ് നമ്മൾ ആദ്യം കാണുന്നത്. അപ്പോൾ മോനോടൊക്കെ പറഞ്ഞ് പുറത്തിറങ്ങരുതെന്നൊക്കെ പറഞ്ഞ്, പക്ഷേ നമ്മൾ ഉച്ചക്ക് വന്നിട്ട് പിന്നെ നോക്കുമ്പോൾ ഇത് ഇവിടെ തന്നെയുണ്ട്. ഈ വെള്ളമുള്ളത് കൊണ്ട് അതിൽ തന്നെ കിടക്കുമായിരുന്നു. അപ്പോൾ ഇപ്പം മഴ സമയത്തായതുകൊണ്ട് എല്ലായിടും കാട് പിടിച്ചിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ നോക്കണം ഇങ്ങനെ ഈ പാമ്പിനെ പോലെ. ഇതിപ്പം മൂർക്കണമെന്നല്ല, പക്ഷേ എന്നാലും വിഷമുള്ളതല്ലേ. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഇതിപ്പം നമ്മുടെ പറമ്പല്ല, ഒരു ദേവസ്വം പറമ്പാണിത്. അപ്പോൾ അവിടെ നമ്മളെന്തായാലും നമ്മുടെ പറ്റിയുള്ള ഭാഗമൊക്കെ വൃത്തിയാക്കാറുണ്ട്. ഇതിപ്പം ഇത്ര വലുതാണ്, കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാകും, അത്ര സൈസ് ഉണ്ടത്. ഇതിനേലും വലുത് ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ചൊരു മീഡിയം സൈസാണ്. പക്ഷേ നമുക്ക് പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ കാണുമ്പോൾ നല്ല പേടിയായി പോകും. കണ്ടോ, അതിൻ്റെ കുറേ സമയമായിട്ട് ഒരു ഉച്ച കഴിയുന്നവരെ ഇത് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഇങ്ങനെ കുട്ടികളൊക്കെ പുറത്തിറങ്ങി നടക്കുമ്പോൾ ഇപ്പോൾ പാമ്പ് ഒരുപാടുണ്ടാവും, ഈ കാട് പിടിച്ചിടത്തൊക്കെ ഉണ്ടാവും, ശ്രദ്ധിക്കണം കേട്ടോ.